വെൽക്കം ടു ഇൻസ്പയർഡ് PSC. ഇന്ന് നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തെ ഫസ്റ്റ് പാർട്ടാണ്. PSC ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായി സംബന്ധിച്ചിട്ടുള്ള അനുബന്ധ വിവരങ്ങളും നമുക്കിന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഡൽഹി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത കാര്യമാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി മെർലേന സിംഗ് ആണ് ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവർ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയാണ്. ഡൽഹിയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് ആര്? അതിഷി മെർലേന. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ്. 17ാമത്തെ വനിതാ മുഖ്യമന്ത്രി, ഇന്ത്യയിലെ 17ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷ മെർലേന സിംഗ്. ഡൽഹി ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രിയായിരുന്നു. ഇനി ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തെയാണ് അതിഷി മെർലേന പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു സുജേത കൃപലാനി, നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വനിതയാണ് ജയലളിത. ഓക്കെ, തമിഴ്നാടിൻ്റെ ജയലളിതയായിരുന്നു ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായ വനിത. മലയാളിയായ ഏക വനിതാ മുഖ്യമന്ത്രിയാണ് ജാനകി രാമചന്ദ്രൻ. MGRന്റെ ഭാര്യയായ ജാനകി രാമചന്ദ്രനാണ് മലയാളിയായ ഏക വനിതാ മുഖ്യമന്ത്രി. നമുക്ക് ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറെ നോക്കാം. വിനയ് കുമാർ സക്സേനയാണ് ഇപ്പോൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ. അതുപോലെ അതിഷി മെർലേനയുടെ അതേ സമയത്ത് തന്നെയായിരുന്നു ജമ്മു കാശ്മീരിലും ഹരിയാനയിലൊക്കെ മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ളയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി. ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും വന്നത് ആരാണ്? നയാബ് സിംഗ് സൈനിയാണ് ഹരിയാന മുഖ്യമന്ത്രി. അപ്പോൾ ഓർത്തു വെക്കുക, അതിഷ മെർലേന സിംഗ് ആണ് ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറാണ് വിനയ് കുമാർ സക്സേന. അതുപോലെ ഓർത്തു വെക്കേണ്ടത് അവരുടെ മണ്ഡലം കൽക്കാജി മണ്ഡലമാണ് അതിഷി പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യയിലെ 17ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. അതുപോലെ ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഇത് സാമൂഹിക നീതി വകുപ്പ് ഈ അടുത്ത് വയോസേവന പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ ചോദിച്ചത് കൊയിലാണ്ടി, ബ്ലോക്ക് പഞ്ചായത്താണ് കല്യാശ്ശേരിയും വൈക്കവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. മികച്ച പഞ്ചായത്താണ് പീലിക്കോടും കതിരൂരുമാണ് മികച്ച പഞ്ചായത്തുകൾ. അപ്പോൾ ഓർത്തു വെക്കുക, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡിൽ ജില്ലാ പഞ്ചായത്തായിട്ട് മലപ്പുറം, കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ കൊയിലാണ്ടി, ബ്ലോക്ക് പഞ്ചായത്ത് 2 ഉണ്ട്, കല്യാശ്ശേരിയും വൈക്കവും, അതുപോലെ പഞ്ചായത്തും പീലിക്കോട്, കതിരൂർ. സാമൂഹിക നീതി വകുപ്പിന്റെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന പുരസ്കാരം ലഭിച്ചത് വിദ്യാധരൻ, സംഗീത സംവിധായകനാണ്. അതുപോലെ കൂടിയാട്ട കലാകാരനായ ജി വേണുവിനും വിദ്യാധരനുമാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന പുരസ്കാരം ലഭിച്ചത്. മികച്ച NGO ആയിട്ട് തിരുവനന്തപുരം ജില്ലയിലെ സത്യാന്വേഷണ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതുപോലെ മെയിൻ്റനൻസ് ട്രൈബ്യൂണലായി ദേവികുളം മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ. സായംപ്രഭ ഹോമുകൾക്കുള്ള അവാർഡ് ലഭിച്ചത് പുളിക്കിൽ പറമ്പിൽ, പാലക്കാടുള്ള പുളിക്കൽ പറമ്പിലിനും അതുപോലെ വേങ്ങരയ്ക്കുമാണ് സായംപ്രഭ ഹോമുകൾ. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് ആ അവാർഡിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടൊന്ന് പറയുന്നേ ഉള്ളൂ. കായിക മേഖലയിലെ മികവിനുള്ള പുരസ്കാരത്തിൽ മുൻ MLA MJ ജേക്കബും അതുപോലെ K വാസന്തിക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. മുൻ MLA MJ ജേക്കബിനും K വാസന്തിക്കുമാണ് കായിക മേഖലയിലുള്ള മികവിനുള്ള പുരസ്കാരം സാമൂഹിക നീതി വകുപ്പ് നൽകുന്നതാണ്. അപ്പോൾ അത് ലഭിച്ചിരിക്കുന്നത്. കലാസാഹിത്യം എന്നീ മേഖലയിലെ പുരസ്കാരങ്ങൾക്ക് KK വാസുവും KL രാമചന്ദ്രനും, ഇവർ 2 പേർക്കുമാണ് കലാസാഹിത്യ മേഖലയിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പം ഓർത്തു വെക്കേണ്ടത്, നമുക്ക് വയോസേവന പുരസ്കാരം ഓർത്തു വെക്കണം. വിദ്യാധരനും ജി വേണുവിനുമാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ കൊയിലാണ്ടി, ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരിയും വൈക്കവും, അതുപോലെ മികച്ച പഞ്ചായത്തായി പീലിക്കോടും കതിരൂരും. ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു.
മഹാരാഷ്ട്ര സ്വദേശിയാണ്. മുൻപ് ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. നിതിൻ മധുകർ ജംദാർ ആണ്. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ഇപ്പോൾ ഈ അടുത്ത് മാറി. അപ്പോൾ 51ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജംദാർ. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായിട്ടുള്ള മലയാളിയാണ് KR. ഇദ്ദേഹം ഈ അടുത്ത അപ്പോയിൻമെന്റ് ആയതാണ്. അപ്പോൾ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? KR ശ്രീറാം ആണ്. നെക്സ്റ്റ്, ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2ാം തവണയും ദേശീയ തലത്തിൽ കേരളം 1ാം സ്ഥാനത്ത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAIയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളമാണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്ത് തമിഴ്നാട്, 3ാം സ്ഥാനം ജമ്മു കാശ്മീരുമാണ് സ്വന്തമാക്കിയത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം എത്താണ്? 1ാം സ്ഥാനത്താണ്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറാണ് അഫ്സാന പർവീൻ. അഫ്സാന പർവീൻ ആണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ. ഭക്ഷ്യസുരക്ഷാ ദിനം നോക്കാം. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ജൂൺ 7. ഈ വർഷത്തെ പ്രമേയമായിരുന്നു ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ്. ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായി തയ്യാറെടുക്കുക എന്നതായിരുന്നു പ്രമേയം. നമുക്ക് മറ്റ് ചില റാങ്കിങ്ങും കൂടെ നോക്കാം. ഗാർഹിക പുരപ്പുറ സൗരോർജ പ്ലാന്റുകൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നൽകുന്ന PM സൂര്യഘർ പദ്ധതിയിൽ കേരളം 2ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ ഗാർഹിക പുരപ്പുറ സൗരോർജ പ്ലാന്റിൽ കേരളം എത്രാം സ്ഥാനത്ത്? സബ്സിഡി നൽകുന്നതിൽ കേരളം എത്രാം സ്ഥാനത്താണ്? 2ാം സ്ഥാനത്താണ്. ഇതിൽ ഗുജറാത്താണ് 1ാം സ്ഥാനത്തുള്ളത്. അതുപോലെ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഗുജറാത്ത് തന്നെയാണ് 1ാം സ്ഥാനത്തും. കേരളം എന്താണ്? 2ാം സ്ഥാനമാണ് കേരളത്തിന്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ വാർഷിക പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം നമുക്ക് 2023-24 വർഷത്തെ കണക്കിൽ തൊഴിലില്ലായ്മയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. തൊഴിലില്ലായ്മയിലും കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 2 ഇതിൽ 1ാം സ്ഥാനം ഗോവയാണ് കേട്ടോ. തൊഴിലില്ലായ്മ കാര്യത്തിൽ കേരളത്തിൽ 7.2% തൊഴിലില്ലായ്മ നിരക്ക് വരുന്നത്. ഇനി ആരോഗ്യ മേഖലയിൽ തുക വിനിയോഗിക്കുന്നതിലും കേരളം 2ാമതാണ്. ആരോഗ്യ മേഖലയിൽ തുക വിനിയോഗം നടത്തുന്നതിലും കേരളം 1ാം സ്ഥാനത്താണ്. ഇപ്പോൾ ഭക്ഷ്യസൂചികയിലാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ തുക വിനിയോഗിക്കുന്നതിൽ 1ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പം ഓർത്ത് വെക്കുക, ഉത്തർപ്രദേശാണ് ആരോഗ്യ മേഖലയിൽ തുക വിനിയോഗിക്കുന്നതിൽ ഉത്തർപ്രദേശും. ഗോവ ഏതിലായിരുന്നു? തൊഴിലില്ലായ്മയുടെ ഒരു കാര്യത്തിലാണ് ഗോവ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇനി നഗരസഭകളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ കേരളത്തിന് 1ാം സ്ഥാനമാണ്. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ കേരളം എത്രാം സ്ഥാനത്താണ്? 1ാം സ്ഥാനത്താണ്. ഇതിൽ ഒഡീഷ 2ാം സ്ഥാനവും മഹാരാഷ്ട്ര 3ാം സ്ഥാനവുമാണ് നേടിയിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് കാർഷിക വരുമാനം കൂടിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 3 കേട്ടോ. കാർഷിക വരുമാനത്തിൻ്റെ കേസിൽ കേരളം എത്ര സ്ഥാനത്തായി പോയി? 3ാം സ്ഥാനത്തായി. ഇതിൽ പഞ്ചാബും ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് 1ഉം 2ഉം. പഞ്ചാബും ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത് കാർഷിക വരുമാനം കൂടുതലുള്ളതിൽ. ഇനി ഊർജ്ജകാര്യ മന്ത്രാലയത്തിൻ്റെ ഊർജ്ജകാര്യക്ഷമതാ സൂചികയിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ്. ഇവിടെ ആന്ധ്രാപ്രദേശാണ് കേട്ടോ 1. ഊർജ്ജകാര്യ മന്ത്രാലയത്തിന്റെ ഊർജ്ജകാര്യക്ഷമതാ സൂചികയാണെന്ന് ഓർത്തു വെക്കുക. ആസൂത്രണ ബോർഡ് മുൻ അംഗം KN ലാൽ ചെയർമാനായി 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അപ്പം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 7ാമത്തെ ധനകാര്യ കമ്മീഷനാണ്. ആരാണ് ചെയർമാനായിട്ട് വരുന്നത്? KN ഹരിലാലാണ്. മുൻ പ്ലാനിംഗ് ബോർഡ് അംഗമൊക്കെ ആയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം തീരുമാനിക്കുന്നത് ആരാണ്? ധനകാര്യ കമ്മീഷനാണ് അല്ലേ. ഓക്കെ, തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കമ്മീഷൻ അംഗങ്ങളാണ്. ആരൊക്കെയാണ്? പ്രിൻസിപ്പൽ സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമാണ് അംഗങ്ങളായിട്ട് വരുന്നത്. 5 വർഷമാണ് സാധാരണ കാലാവധി വരുന്നത്. പക്ഷെ KN ഹരിലാലിൻ്റെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 2 വർഷത്തേക്കാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്നു SM വിജയാനന്ദ്. ഇപ്പം 7 KN ഹരിലാൽ. മുൻപാരായിരുന്നു? SM വിജയാനന്ദ് ആയിരുന്നു. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനെ നോക്കാം. KV മനോജ് കുമാറാണ് സംസ്ഥാന ബാലാവകാശ
മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇപ്പോൾ വന്നത്? അലക്സാണ്ടർ തോമസ് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. വി ഹരിനായരാണെന്ന് ഓർത്തു വെക്കുക. പിന്നാക്ക കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ജി ശശിധരൻ. കേട്ടോ, പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ജി ശശിധരൻ ആണ്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് BS മാവോജിയാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. കേരള മുന്നാക്ക കമ്മീഷൻ ചെയർമാനാണ് ശ്രീ KG പ്രേംജിത്ത് ആണ് മുന്നാക്ക കമ്മീഷൻ ചെയർമാൻ. പിന്നാക്കാരാണ് ശശിധരൻ പിന്നാക്ക കമ്മീഷനും. മുന്നാക്ക കമ്മീഷണർ ആരാണ്? ശ്രീ KG പ്രേംജിത്ത് ആണ്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ നമുക്കറിയാം, അഡ്വക്കേറ്റ് P സതീദേവിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ A ഷാജഹാൻ ആണ്. PSC ചെയർമാനെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം, ആരാണ്? MR ബൈജു. 16ാമത് ധനകാര്യ കമ്മീഷൻ ഇന്ത്യയുടെ. ഇനി സെൻട്രൽ ഫിനാൻസ് കമ്മീഷണർ ആരാണ്? അരവിന്ദ് പനഗരിയാണെന്നും കൂടെ ഇതിൻ്റെ കൂടെ ഓർത്തു വെക്കുക. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമെട്രികൾ. സഖി ഡോർമെട്രി ആരാണ് ഒരുക്കുന്നത്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആണ് സ്ത്രീകൾക്കായിട്ട് ഒരുക്കുന്നത്. തമ്പാനൂർ കൈരളി തിയേറ്ററിന്റെ കോംപ്ലക്സിലാണ് ഈ സഖി ഡോർമെട്രികൾ വരുന്നത്. നമുക്ക് ചെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി AC-ക്കൊക്കെ ഡെയിലി എത്ര റൂം റെന്റ് വരുന്നത്? 500 റുപ്പീസേ ഉള്ളൂ സഖി ഡോർമെട്രികൾ. ഇനി അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കാനൊക്കെ ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു സഖി വൺ സ്റ്റോപ്പ് സെന്റർ. സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്താണ്? അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ. ഇത് 2015 സംസ്ഥാനത്ത് നിർഭയ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിക്കുന്നത്. ഇനി പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസുകളുണ്ട്. ഓൺലൈൻ ബുക്കിങ്ങിലൂടെ കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന പദ്ധതിയാണ് പീപ്പിൾസ് റെസ്റ്റ് ഹൗസ്. ഇത് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസുകളാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അവർ കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് പീപ്പിൾസ് റെസ്റ്റ് ഹൗസ്. അടുത്തത് നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്കൊക്കെ സുരക്ഷിത സൗകര്യം ഒരുക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് എൻ്റെ കൂടും എന്താണ്? താമസ സൗകര്യം ഒരുക്കുന്നതാണ്. ഇത് സാമൂഹ്യ നീതി വകുപ്പിൻ്റെതാണ്. ഇത് 2015 പദ്ധതി ആരംഭിച്ചത്. കോഴിക്കോടായിരുന്നു ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഇനി മിശ്ര വിവാഹിതർക്ക് സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സേഫ് ഹോം എന്താണ്? ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ ചെയ്യുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സേഫ് ഹോം. ഇനി അനധികൃതമായിട്ട് ഇന്ത്യയിൽ തങ്ങുന്നവരോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് ജയിലിലാകുകയും തടവ് കാലാവധി ശേഷമൊക്കെ വിദേശത്തേക്ക് മടങ്ങാനിരിക്കുന്നവരൊക്കെ ആയിട്ടുള്ള പൗരന്മാരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോമാണ് ട്രാൻസിറ്റ് ഹോം എന്ന് പറയും. ഇത് ആരംഭിച്ചത് മയ്യനാടാണ്. വിദേശ പൗരന്മാർക്കൊക്കെ വേണ്ടിയിട്ടും അതുപോലെ അനധികൃതമായിട്ട് ഇന്ത്യയിൽ തങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിലൊക്കെ പെട്ടിട്ട് ജയിലിലായിട്ട് തടവ് കാലാവധിക്ക് ശേഷം വിദേശത്ത് പോകാനിരിക്കുന്ന ആൾക്കാരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസിറ്റ് ഹോം ആരംഭിച്ചത് മയ്യനാടാണ്. ഇതുപോലെ വിദേശികളായ സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യ ട്രാൻസിറ്റ് ഹോം ആരംഭിച്ചത് ആലപ്പുഴയിലെ വലിയ കുളത്ത് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എവിടെയാണ്? അത് വലിയ കുളം ആലപ്പുഴയിലാണ് ട്രാൻസിറ്റ് ഹോം ആരംഭിച്ചത്. അതിഥി തൊഴിലാളികളുടെ താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു അപ്നാഘറുണ്ട്. അതുപോലെ ആലയ എന്ന് പറഞ്ഞൊരു പരിപാടിയും ആർക്ക് വേണ്ടിയിട്ടാണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസം ലഭ്യമാക്കുന്നതിനുള്ള വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസാണ് കേട്ടോ. ഇത് ഈ അടുത്ത് പത്രത്തിൽ വന്നൊരു വാർത്തയായിരുന്നു. ആശ്വാസ് ഇത് വാടക വീടുകൾക്ക് നൽകുന്ന ആ ഒരു പദ്ധതിക്ക് പറയുന്ന പേരാണ് ആശ്വാസ്. അതുപോലെ മേരി സഹേലി എന്ന് പറയുന്നത് തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും സുരക്ഷ ഉറപ്പാക്കാനൊക്കെ ഉള്ള റെയിൽവേയുടെ ഒരു പദ്ധതിയായിരുന്നു മേരി സഹേലി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മേരി സഹേലി പറഞ്ഞു, ആശ്വാസ് പറഞ്ഞു, അപ്നാഗർ പറഞ്ഞു, അതുപോലെ ട്രാൻസിറ്റ് ഹോം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ആലപ്പുഴയിലും, അതുപോലെ വിദേശ പൗരന്മാരും അനധികൃതമായിട്ട് ഇന്ത്യയിലൊക്കെ കുറ്റകൃത്യങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടൊക്കെ തങ്ങുന്നവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് മയ്യനാട് ആരംഭിച്ചു. മിശ്ര വിവാഹിതർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയായിരുന്നു സേഫ് ഹോം. അതുപോലെ എൻ്റെ കൂടെ എന്തായാലും ഓർത്ത് വെക്കണം, നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതി എൻ്റെ കൂട്. ഇത് 2015 കോഴിക്കോടാണ് ആരംഭിക്കുന്നത്. പിന്നെ നമ്മളെ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസുകളുടെ ആ ഒരു പദ്ധതിയാണ് പീപ്പിൾസ് റെസ്റ്റ് ഹൗസ്.
പിന്നെ സഖി വൺ സ്റ്റോപ്പ് പറഞ്ഞു. അതെന്താണ് സഖി വൺ സ്റ്റോപ്പ്? അതിക്രമത്തിനിരയാവുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു സഖി വൺ സ്റ്റോപ്പ്. അപ്പം ഇന്നിപ്പം നമ്മൾ ഈ അടുത്ത് വന്ന സഖി ഡോർമെട്രി ആണ് പറയുന്നത്. ഇത് തമ്പാനൂര് തിരുവനന്തപുരത്ത് കൈരളി തിയേറ്റർ കോംപ്ലക്സിലാണിത്. സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ്. ആരുടേതാണ്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പദ്ധതിയാണെന്നും കൂടെ ഓർത്തു വെക്കുക. ഇനി കുറച്ച് പുരസ്കാരം നോക്കാം. ഇതത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാൽ നമുക്ക് നോക്കി വെക്കാം. ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തുന്ന മലയാളി ഗവേഷകൻ ഡോക്ടർ സജികുമാർ ശ്രീധരന് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ചു. ഓക്കെ, ഡോക്ടർ സജികുമാർ ശ്രീധരന് എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരമാണ്. ഇദ്ദേഹം എന്തിലാണ് ഗവേഷണം നടത്തുന്നത്? ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്ന് പഠനം നടത്തുന്ന മലയാളി ഗവേഷകനാണ്. അടുത്തത് നമുക്ക് നോക്കാം. ഇത് സയൻസ് ഫൗണ്ടേഷന്റെ 2024 പുരസ്കാരമാണ്. ഇത് ആർക്കാണ് ലഭിച്ചത്? മലയാളിയായ പ്രൊഫസർ മഹമ്മൂദ് കൂരിയാണ് കേട്ടോ. മഹമ്മൂദ് കൂരിയ. ഇത് ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ പുരസ്കാരമാണ്. ആർക്ക് ലഭിച്ചിരിക്കുന്നത്? മഹമ്മൂദ് കൂരിയയ്ക്ക്. ഈ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് മഹമ്മൂദ് കൂരിയ. വേൾഡ് അക്കാദമി ഓഫ് മെറ്റീരിയൽ ആൻഡ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗിന്റെ പ്രൊഫസർ ഫ്രെഡറിക് സ്റ്റൗബ് ഗോൾഡനോൾ പുരസ്കാരം നേടിയ മലയാളിയായിരുന്നു സാബു തോമസ് കേട്ടോ. സാബു തോമസിന് എന്ത് പുരസ്കാരമാണ്? ഗോൾഡനോൾ പുരസ്കാരമാണ്. ഫ്രെഡറിക് സ്റ്റൗബ്, അദ്ദേഹം ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ച മലയാളിയാണ് സാബു തോമസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. രാജ്യാന്തര പ്രസ് ഫ്രീഡം പുരസ്കാരം. കമ്മിറ്റി പ്രൊട്ടക്റ്റഡ് ജേർണലിസ്റ്റിന്റെ രാജ്യാന്തര പ്രസ് ഫ്രീഡം പുരസ്കാരം ഔട്ട്ലുക്ക് മാഗസിൻ സീനിയർ എഡിറ്റർ കെ ഷാഹിനയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളിയാണ് ആര്? കെ ഷാഹിന. ഷാഹിനയ്ക്ക് എന്താണ്? രാജ്യാന്തര പ്രസ് ഫ്രീഡം പുരസ്കാരം. ആരുടെ? കമ്മിറ്റി പ്രൊട്ടക്റ്റഡ് ജേർണലിസ്റ്റിന്റെ രാജ്യാന്തര പുരസ്കാരമാണ്, പ്രസ് ഫ്രീഡം പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് എസ്തർ ഗോട്ട്ലീബ് ഏർപ്പെടുത്തിയ രാജ്യാന്തര ചിത്രകലാ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? ചിത്രകാരൻ പ്രദീപ് പുത്തൂരിനാണ്. പ്രദീപ് പുത്തൂരിനാണ് അഡോൾഫ് എസ്തർ ഗോട്ട്ലീബ് ഏർപ്പെടുത്തിയ രാജ്യാന്തര ചിത്രകലാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെല്ലോഷിപ്പ് ലഭിച്ച മലയാളിയാണ് നമിത നായർ. നമിത നായർക്ക് മേരി ക്യൂറി ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് 3 കോടി രൂപയുടെ. ഇനി ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരിൽ ഇന്ത്യ ദൗത്യം ആരംഭിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ വീനസിനെ പറ്റിയിട്ട്, ശുക്രത്തിനെ പറ്റിയിട്ട് പഠിക്കാൻ ഏതാണ് മിഷൻ? വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരിൽ ഇന്ത്യ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ശുക്രഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പഠന ദൗത്യമാണ് ശുക്രയാൻ അല്ലെങ്കിൽ വീനസ് ഓർബിറ്റൽ മിഷൻ. വിക്ഷേപണം എന്നാണ്? 2028 മാർച്ച് 29 തീരുമാനിച്ചിരിക്കുന്നത് വിക്ഷേപണ വാഹനം LVM-3 റോക്കറ്റാണ്. 112 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജൂലൈ 19 ശുക്രന്റെ ഭ്രമണപഥത്തിൽ VOM എത്തിക്കുകയാണ് ലക്ഷ്യം. ശുക്രന്റെ പൊതു അവസ്ഥ പഠിക്കുകയാണ് ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. VOMന്റെ മെയിൻ എന്താണ്? ശുക്രന്റെ പൊതുവായിട്ടുള്ള അതിൻ്റെ അന്തരീക്ഷം, അതുപോലെ ഭാവിയിലെ ശുക്ര ദൗത്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരശേഖരം ഒക്കെ ഈ ദൗത്യത്തിലൂടെ നടത്തുന്നുണ്ട്. ശുക്രന്റെ അന്തരീക്ഷത്തിലെ ചൂട് പ്രതിരോധിക്കാനും വായു നിയന്ത്രിച്ച് വേഗം കൈകാര്യം ചെയ്യാനുമുള്ള എയറോ ബ്രേക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ശുക്രയാൻ ദൗത്യം എന്നാണ് വിക്ഷേപിക്കുക? 2028 മാർച്ച് 29 വിക്ഷേപിക്കും. വിക്ഷേപണ വാഹനം LVM-3 റോക്കറ്റാണ്. ഓക്കെ, ലക്ഷ്യം എന്ന് പറയുന്നത് ശുക്രന്റെ പരിസ്ഥിതിയൊക്കെ പറ്റി പഠിക്കുക, അതുപോലെ ഭാവിയിലെ ശുക്ര ദൗത്യങ്ങൾക്ക് ആവശ്യമായ വിവരശേഖരണമൊക്കെ നടത്തുക. ഇതെല്ലാമാണ് VOMന്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യമാണ് സ്വീഡൻ. ഓർത്തു വെക്കണം, VOMൽ പങ്കുചേരുന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ്. സ്വീഡിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ഫിസിക്സ് ISROയ്ക്ക് എന്ത് നൽകും? വീനസ് ന്യൂട്രൽസ് അനലൈസർ ഇൻസ്ട്രുമെന്റ് നൽകും. VNA നൽകും കേട്ടോ. ന്യൂട്രൽസ് അനലൈസർ ഇൻസ്ട്രുമെന്റ് നൽകുന്ന രാജ്യമാണ് ഏത്? സ്വീഡൻ. ഓക്കെ, അപ്പോൾ വീനസ് ഓർബിറ്റൽ മിഷൻ ഒന്ന് ഓർത്തു വെക്കുക. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഏരീസ് കൊല്ലം സെയിലേഴ്സിനാണ്. കൊല്ലം സെയിലേഴ്സിനാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മോഹൻലാലിനെ തിരഞ്ഞെടുത്തതും. ഓക്കെ, അപ്പം ഇത് ആരാണ് വിന്നർ? കൊല്ലം സെയിലേഴ്സാണ് വിന്നർ. IPL മാതൃകയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച T20 പ്രീമിയർ ലീഗ് ടൂർണമെൻ്റാണ് കേരള ക്രിക്കറ്റ് ലീഗ്. 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അതിൽ ഫസ്റ്റ് മത്സരത്തിൽ ജയിച്ചത് ആലപ്പി റിപ്പിൾസ് ആയിരുന്നു കേട്ടോ.
ഫസ്റ്റ് ജയം ആർക്കായിരുന്നു? ആലപ്പി റിപ്പിൾസിനാണ്. ടൂർണമെന്റ് നേടിയിരിക്കുന്നത് കൊല്ലം സെയിലേഴ്സിനാണ്. ആരെയാണ് തോൽപ്പിച്ചതെന്നൊക്കെ നോക്കാം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയാണ് തോൽപ്പിച്ചത്. ഓക്കെ, ഇതിൽ ടോപ്പ് ജയം നേടിയത് കൊല്ലം സെയിലേഴ്സ് ആണ്. 12 കളിയിൽ 10 ജയം ഇവർ നേടിയിട്ടുണ്ടായിരുന്നു. മാൻ ഓഫ് ദ സീരീസ് ആരാണ്? NM ഷറഫുദ്ദീൻ ആണ് മാൻ ഓഫ് ദ സീരീസ്. മാൻ ഓഫ് ദ ഫൈനൽ ആണ്. ഫൈനലിലെ താരം ആരായിരുന്നു? സച്ചിൻ ബേബിയാണ്. കൊല്ലത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സച്ചിൻ ബേബി. എമർജിംഗ് പ്ലെയർ അവാർഡ് കിട്ടിയിരിക്കുന്നത് അഹമ്മദ് ഇമ്രാനാണ് എമർജിംഗ് പ്ലെയർ അവാർഡ്. ഇനി കൂടുതൽ റൺസിനുള്ള ഓറഞ്ച് ക്യാപ്പ് ആർക്ക് കിട്ടി? സച്ചിൻ ബേബിക്ക് കിട്ടി. കൂടുതൽ വിക്കറ്റിനുള്ള പർപ്പിൾ ക്യാപ്പ് ആർക്ക് കിട്ടി? അഖിൽസ് കറിയയ്ക്കാണ് കേട്ടോ കിട്ടിയത്. പർപ്പിൾ ക്യാപ്പ് ആർക്കാണ് കിട്ടിയത്? അഖിൽസ് കറിയയ്ക്കാണ്. കേരള ക്രിക്കറ്റ് ലീഗ് അംബാസിഡർ ആണ് മോഹൻലാൽ. ഇനി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി. അപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായിട്ടുണ്ട്. ചൈനയെ 1-0 കീഴടക്കിയാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയിരിക്കുന്നത്. അപ്പം ഇതിനു മുൻപ് 2011, 2016, 2018, 2023 ആര് ജേതാവായിട്ടുണ്ട്? ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ജേതാക്കളായിട്ടുണ്ട്. 2011 ഈ ടൂർണമെന്റ് ആരംഭിക്കുന്നത്. ഈ വർഷത്തെ വേദി എവിടെയായിരുന്നു? ചൈനയിലെ ഹുലൻബുയറിലാണ് കേട്ടോ. ചൈനയിലെ ഹുലൻബുയറിലായിരുന്നു ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് നടന്ന വേദി എവിടെയായിരുന്നു? ചൈനയിൽ വെച്ചായിരുന്നു. ഓർത്ത് വെക്കുക. ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് ആണ് ക്യാപ്റ്റനും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തെരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. മെക്സിക്കോയുടെ പ്രത്യേകത എന്താണ്? എല്ലാ തലത്തിലുള്ള കോടതിയിലൊക്കെ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കാൻ ആർക്കാണ് അവകാശം നൽകിയിരിക്കുന്നത്? വോട്ടർമാർക്കാണ് അവകാശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൺട്രിയാണ് മെക്സിക്കോ. അപ്പോൾ മെക്സിക്കോയിലാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കാൻ പോകുന്നത്. US, കാനഡ, മെക്സിക്കോ രാജ്യങ്ങളിലായിട്ട് നടക്കും. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള രാജ്യങ്ങളിൽ 2ാമതാണ് നമ്മുടെ മെക്സിക്കോ. ഇനി മെക്സിക്കോയുടെ മറ്റൊരു പ്രത്യേകതയാണ് പക്ഷിപ്പനിയുടെ H5N2 വകഭേദം ബാധിച്ച് ലോകത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം കൂടെയായിരുന്നു മെക്സിക്കോ. US വിൽമിംഗ്ടണിൽ നടന്ന 4-അംഗ രാഷ്ട്രത്തലവന്മാരുടെ ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവയാണ് ക്വാഡ് അംഗരാജ്യങ്ങൾ. ഓർത്തുവെക്കുക, ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവയാണ് ക്വാഡ് അംഗരാജ്യങ്ങൾ. 2024 ക്വാഡ് ഉച്ചകോടിയുടെ വേദി USA വിൽമിംഗ്ടൺ. 2020 എവിടെ വെച്ച് നടക്കും? ഇന്ത്യയിൽ വെച്ച് നടക്കും. ഇനി പ്രധാന പ്രഖ്യാപനങ്ങൾ നോക്കാം. ക്വാഡിൽ നടന്ന ഗർഭാശയഗള അർബുദം നേരിടുന്നതിനുള്ള ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട് എന്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു? ക്വാഡിൻ്റെ ഒരു പ്രധാന പ്രഖ്യാപനമാണ് ഗർഭാശയഗളം, സെർവിക് ക്യാൻസർ. അപ്പം ഇന്ത്യ സെർവിക് ക്യാൻസറിനെതിരെ വാക്സിൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സെർവാവാക് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ അർബുദത്തിന് ഇടയാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധ കണ്ടെത്തുന്നതിനുള്ള കിറ്റുകളും പ്രതിരോധ വാക്സിനും ആര് നൽകും? ഇന്ത്യ നൽകും. അർബുദം കണ്ടെത്തി ചികിത്സിക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നടപ്പിലാക്കുന്നതിന് താല്പര്യമുള്ള ഹിന്ദു പസഫിക് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സാങ്കേതിക സഹായ വാഗ്ദാനം. അപ്പം അർബുദം ചികിത്സയൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നടപ്പിലാക്കാനൊക്കെ ആരുടെ സാങ്കേതിക സഹായം ലഭിക്കും? ഇന്ത്യയുടെ സാങ്കേതിക സഹായം ലഭിക്കും. പ്രകൃതി ദുരന്തങ്ങളൊക്കെ അതിദ്രുതം കാര്യക്ഷമമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്താനൊക്കെ ക്വാഡ് ഇൻഡോ പസഫിക് ലോജിസ്റ്റിക് നെറ്റ്വർക്ക് ഇതും എവിടെ പ്രഖ്യാപിച്ചു? ക്വാഡ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച കാര്യമാണ് ഇൻഡോ പസഫിക് ലോജിസ്റ്റിക് നെറ്റ്വർക്ക്. അതുപോലെ ക്വാഡ് പോർട്സ് ഓഫ് ദ ഫ്യൂച്ചർ പാർട്ട്ണർഷിപ്പ്, പ്രാദേശിക പങ്കാളികളുമായി ചേർന്ന് മികച്ച തുറമുഖം നിർമ്മിക്കാൻ ക്വാഡ് പോർട്സ് ഓഫ് ദ ഫ്യൂച്ചർ പാർട്ട്ണർഷിപ്പ്, ഇതും ക്വാഡ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുപോലെ മുംബൈയിൽ വെച്ച് ക്വാഡ് തുറമുഖ ഗതാഗത സമ്മേളനം നടത്താൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ക്വാഡ് ഉച്ചകോടിയിൽ വന്ന തീരുമാനങ്ങളാണ്. ഇനി ഇതിൽ തന്നെ ഉള്ളതാണ് മൈത്രി എന്താണ്? മാരിടൈം ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ഇൻഡോ പസഫിക്. മാരിടൈം ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ഇൻഡോ പസഫിക്, ഇതാണ് മൈത്രി. ഇത് സമുദ്ര പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. അതുപോലെ സമുദ്ര സുരക്ഷ 2025 ക്വാഡ് അറ്റ് സീ സമുദ്ര നിരീക്ഷണം അതും ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമുദ്ര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2025 എന്ത് വരും? ക്വാഡ് അറ്റ് സീ. ഇനി ക്വാഡ് ഗ്രൂപ്പ് രാജ്യങ്ങളുടെ നാവിക അഭ്യാസ പര്യടനമായിരുന്നു മലബാർ എക്സസൈസ്. മലബാർ എന്ന് പറയുന്നത് ക്വാഡ് രാജ്യങ്ങളുടെ നേവൽ എക്സസൈസ് ആണ് മലബാർ എക്സസൈസ്. ഇതിൻ്റെ വേദി ചോദിച്ച വിശാഖപട്ടണമാണ്. ഇനി ക്വാഡ് അംഗരാജ്യങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടാണ് ക്വാഡ് അംഗരാജ്യങ്ങളുടെ
വിദേശമന്ത്രിമാരുടെ സമ്മേളനം നടന്നത്. ഹരണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരണി അമരസൂര്യ പൗരാവകാശ പ്രവർത്തകയാണ്, സ്ത്രീ വിമോചന പോരാളിയാണ്. സിരിമാവോ ഭണ്ഡാര നായികെ മകൾ ചന്ദ്രിക കുമാരതുംഗയ്ക്ക് ശേഷം ശ്രീലങ്കയുടെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. അവരുടെ പാർട്ടിയായിരുന്നു ജനതാ വിമുക്തി പെരുമന പാർട്ടി. പ്രസിഡന്റിന്റെ പേരാണ് അനുരകുമാര ദിസനായകെ. ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി. ഏതാണ്? നാഷണൽ പീപ്പിൾസ് പവർ, NPP ആണ് അദ്ദേഹത്തിന്റെ പാർട്ടി. റെനിൽ വിക്രമസിംഗയുടെ പിൻഗാമിയാണ് അദ്ദേഹം. അനുരകുമാര ദിസനായകയാണ് ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റ് ആയത്. ഇനി ശ്രീലങ്കയുടെ കുറച്ച് കാര്യം നോക്കാം. ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഏത്? ശ്രീലങ്ക. ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് മിത്രശക്തി. ഏഷ്യ കപ്പ് വനിത 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഈ വർഷത്തെ ചാമ്പ്യന്മാരായിരുന്നു ശ്രീലങ്ക. ശ്രീലങ്കയിൽ വെച്ചിട്ടായിരുന്നു 2020 ഏഷ്യ കപ്പ് 2020 വനിത ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ ശ്രീലങ്ക. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISROയുടെ പദ്ധതിയാണ് ചന്ദ്രയാൻ 4 മിഷൻ. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 4 മിഷനെ പറ്റിയിട്ട് നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. ISROയുടെ വിഷൻ 47 എന്താണ്? സ്പേസ് വിഷൻ 2047 ഉദ്യമത്തിലെ 4 പദ്ധതികളിൽ ഒന്നാണ് ചന്ദ്രയാൻ 4. 2028 ചന്ദ്രയാൻ 4 ചന്ദ്രനിൽ ഇറങ്ങി തിരിച്ചു വരും. 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ കമ്മീഷൻ ചെയ്യും. 2040 ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വരും. അതുപോലെ 2047 ഇന്ത്യക്ക് സ്വന്തമായിട്ട് ചന്ദ്രനിലെ ബേസ് സ്റ്റേഷൻ, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ബേസ് സ്റ്റേഷൻ എവിടെ വരും? ചന്ദ്രനിൽ. ഇതാണ് വിഷൻ 2047 പറയുന്ന 4 പദ്ധതികളോ. ഒന്നുകൂടെ പറയാം. 2028 ചന്ദ്രയാൻ 4 ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വരും. 2035 നമ്മളെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ കമ്മീഷൻ ചെയ്യും. ഇന്ത്യക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കും. 2040 ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വരും. 2047 ചന്ദ്രനിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ബേസ് സ്റ്റേഷൻ സ്ഥാപിക്കും. ഇതാണ് വിഷൻ 2047, വിഷൻ 47 എന്ന ഉദ്യമം. ഓക്കെ, അപ്പോൾ റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഒരു പ്ലാൻ ചന്ദ്രയാൻ 4 അതുപോലെ ചന്ദ്രയാൻ 4 5 മൊഡ്യൂളുകളാണ് ഉൾപ്പെടുന്നത്. 5 മൊഡ്യൂളുകൾ ഉൾപ്പെടുന്ന ദൗത്യ പേടകമാണ് ചന്ദ്രയാൻ 4. അസെൻഡർ, ഡിസെൻഡർ, റീ എൻട്രി, ട്രാൻസ്ഫർ, പ്രൊപ്പൽഷൻ, അങ്ങനെ 5 മൊഡ്യൂളുകളാണുള്ളത്. LVM-3 റോക്കറ്റ് ഉപയോഗിച്ചിട്ട് 2 വിക്ഷേപണത്തിലൂടെയാണ് ഈ 5 മൊഡ്യൂൾ ഭ്രമണപഥത്തിൽ എത്തിക്കാം. അപ്പോൾ 5 മൊഡ്യൂൾ എത്തിക്കാൻ വേണ്ടിയിട്ട് 2 LVM റോക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റോക്കറ്റിൽ അസെൻഡറും ഡിസെൻഡർ മൊഡ്യൂളും, രണ്ടാമത്തതിൽ മറ്റ് 3 മൊഡ്യൂളുകളാണ് വിക്ഷേപിക്കുക. ഭ്രമണപഥത്തിൽ വെച്ചിട്ട് ഇത് 2 സെറ്റുകളായിട്ടുള്ള 5 മൊഡ്യൂളുകളും സ്വയം കൂടിച്ചേർന്ന് ഒറ്റ സമഗ്ര പേടകമാക്കും. അപ്പോൾ ഇത് 2 LVM-3 ഇത് വിക്ഷേപിക്കുക. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടന്ന നമ്മുടെ ദക്ഷിണ ധ്രുവ മേഖലയുണ്ടല്ലോ, അവിടെയാണ് പരീക്ഷണങ്ങൾ നടത്തുക. ശിവശക്തി പോയിന്റിന് സമീപമായിട്ടുള്ള. അപ്പോൾ ചന്ദ്രന്റെ തെക്കേ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവ മേഖലയിലായിരിക്കും പരീക്ഷണം നടക്കുക. മിഷൻ 2028 നടക്കും. ഇനി ഈ ചന്ദ്രയാൻ 4 കൂടെ തന്നെ 4 അതായത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടുള്ള സ്പേസ് കിഡ്സ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12,000 പെൺകുട്ടികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ ഈ പരിശീലനത്തോടൊപ്പം തന്നെ ചന്ദ്രയാൻ 4 കൂടെ സാറ്റലൈറ്റ് വിക്ഷേപിക്കുക, അതുപോലെ ബഹിരാകാശ ഗവേഷണത്തിൽ അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ ആരംഭിച്ചൊരു ദൗത്യമുണ്ട്. അതായത് സ്പേസ് കിഡ്സ് ആരംഭിച്ച ദൗത്യമാണ് ശക്തി സാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ റിഗോലിത്ത് എന്താണ്? ചന്ദ്രനിലെ മണ്ണാണ് റിഗോലിത്തിനെയും ഇന്ത്യയിലേക്ക് ഭൂമിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. നെക്സ്റ്റ് നമുക്ക് ചന്ദ്രയാൻ 3 നോക്കാം. ചന്ദ്രയാൻ 3 2 ഒന്നും ഇതിൻ്റെ കൂടെ തന്നെ നോക്കാം കേട്ടോ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 വിക്ഷേപണ സ്ഥലം ഏതായിരുന്നു? ശ്രീഹരിക്കോട്ടയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപിച്ചത്. LVM-3 M4 LVM ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ഇത് വിക്ഷേപിച്ചത്. നമുക്ക് ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ഏർപ്പെട്ട ചില പ്രമുഖരെ നോക്കാം. ISRO ചെയർമാൻ ആയിരുന്നു S സോമനാഥ്. അന്നത്തെ VSSC ഡയറക്ടർ ആയിരുന്നു S ഉണ്ണികൃഷ്ണൻ നായർ. പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടറാണ് കൽപ്പന K ആയിരുന്നു. മിഷൻ ഡയറക്ടർ ആയിരുന്നു S മോഹനകുമാർ. ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ ആയിരുന്നു S മോഹനകുമാർ. പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു P വീരമുത്തുവേൽ. നമുക്ക് 2023 ഓഗസ്റ്റ് 23 വിക്രം ലാൻഡ് ഉപരിതലത്തിൽ സ്പർശിച്ചത്. ഇതോടെ ദക്ഷിണ ധ്രുവത്തിൽ
പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരായിരുന്നു ശിവശക്തി പോയിന്റ്. ഞാൻ പറഞ്ഞു ചന്ദ്രയാൻ 4 ഇവിടെയാണ്, ശിവശക്തി പോയിന്റിന് സമീപമായിട്ടാണ് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ഓഗസ്റ്റ് 23 എന്ത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ചന്ദ്രയാൻ 3ക്ക് കുറച്ച് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അടുത്തിടെ അന്താരാഷ്ട്ര ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ ലോക ബഹിരാകാശ പുരസ്കാരം നേടിയത് ചന്ദ്രയാൻ 3 ദൗത്യത്തിനായിരുന്നു. അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. അതിൽ വിജ്ഞാൻ ടീം, ഒരു ടീമുകൾക്ക് നൽകുന്ന പുരസ്കാരത്തിൽ ചന്ദ്രയാൻ 3 സംഘത്തിനാണ് അത് ലഭിച്ചത്. ഇനി ചന്ദ്രയാൻ 2 നോക്കാം. രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമായിരുന്നു. 2019 ജൂലൈ 22 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഇത് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം GSLV മാർക്ക് M1 ആണ്. ലാൻഡർ വിക്രം തന്നെ, റോവർ പ്രഗ്യാനായിരുന്നു. ഇനി ചന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ് തിരങ്ക. ചന്ദ്രയാൻ 2 ഭ്രമണപഥത്തിലെത്തിയത് 2019 ഓഗസ്റ്റ് 20 നമുക്ക് ആ പ്രമുഖ ആളുകളെയൊക്കെ ഒന്ന് നോക്കാം. ദൗത്യത്തിൽ ഏർപ്പെട്ട വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ K ശിവനായിരുന്നു. പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. അതുപോലെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടറാണ് ചന്ദ്രകാന്ത കുമാർ. മിഷൻ ഡയറക്ടറായിരുന്നു ഋതു കരിതാളായിരുന്നു മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 1 നോക്കിയാലോ. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേഷണ ദൗത്യമാണ്. വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C11 ആയിരുന്നു കേട്ടോ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C11 ഇത് വിക്ഷേപിച്ചത്. ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ് 2008 നവംബർ 8 ഭ്രമണപഥത്തിലെത്തിയത്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ സ്ഥലമായിരുന്നു ജവഹർ പോയിന്റ്. നവംബർ 14 2008 നവംബർ 14 ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത്. ഇനി ചന്ദ്രയാൻ 1 സഹകരിച്ച രാജ്യമായിരുന്നു റഷ്യ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഒന്ന് ഓടിച്ചിട്ട് പോയത്. നമുക്കൊന്ന് ഓർമ്മയിലേക്ക് വരുമല്ലോ, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇനി വിക്ഷേപണ സമയത്ത് ISRO ചെയർമാനായിരുന്നു G മാധവൻ നായർ. ചന്ദ്രയാൻ 1 ഞാൻ പറയുന്നത്. പ്രൊജക്ട് ഡയറക്ടറാണ് M അണ്ണാദുരൈ. മിഷൻ ഡയറക്ടർ, ചന്ദ്രയാന്റെ മിഷൻ ഡയറക്ടറായിരുന്നു ശ്രീനിവാസ ഹെഗ്ഡെ. ഇനി PSLV C11 മിഷൻ ഡയറക്ടറായിരുന്നു ജോർജ് കോശി ആയിരുന്നു PSLV C11 മിഷൻ ഡയറക്ടർ. ഓക്കെ, ഇനി VSSC ഡയറക്ടറായിരുന്നു K രാധാകൃഷ്ണൻ ആയിരുന്നു VSSC ഡയറക്ടർ. ISROയുടെ ചെയർമാൻ, അന്നത്തെ ചെയർമാൻ ആരായിരുന്നു? G മാധവൻ നായരാണ്. നമുക്കിനി നോക്കാം. ബഹിരാകാശത്ത് നടന്ന ആദ്യ സാധാരണക്കാരായി ജാരദ് ഐസക്മാനും സാറാ ഗില്ലിസും. അപ്പോൾ സാറാ ഗില്ലിസും ജാരദ് ഐസക്മാനുമാണ് ബഹിരാകാശത്ത് നടന്ന ആദ്യ സാധാരണക്കാർ. അതായത് ശാസ്ത്രജ്ഞന്മാരല്ലാത്ത സാധാരണക്കാരാണ് ജാരദ് ഐസക്മാനും സാറാ ഗില്ലിസും. ആദ്യത്തെ സ്വകാര്യ ദൗത്യം സ്പേസ് എക്സിന്റെ പോളാരിസ് ഡോണിലായിരുന്നു ഇവരുടെ നടത്തം. പോളാരിസ് ഡോൺ ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ലോകത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള പേടകത്തിന്റെ പേരാണ് ക്രൂ ഡ്രാഗൺ പേടകം. ഓക്കെ, അപ്പോൾ ആ ദൗത്യത്തിന്റെ പേരാണ് പോളാരിസ് ഡോൺ ദൗത്യം. ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും 2024 സെപ്റ്റംബർ 10 4 യാത്രികരെയും കൊണ്ട് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം നടന്നത്. ഇത് പോളാരിസ് ഡോണിന്റെ. ഓക്കെ, അപ്പോൾ സഞ്ചാരികൾ ബഹിരാകാശത്ത് നടക്കുമ്പോൾ ധരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്യൂട്ടാണ് EVA സ്യൂട്ട്. സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത സ്യൂട്ടാണിത്. ഞാൻ പറഞ്ഞു, ശാസ്ത്രജ്ഞന്മാരല്ലാത്ത 2 സാധാരണക്കാർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബഹിരാകാശത്തിൽ നടക്കുന്നത്. അത് ജാരദ് ഐസക്മാനും അമേരിക്കൻ കോടീശ്വരനായിട്ടുള്ള ജാരദ് ഐസക്മാനും സ്പേസ് എക്സ് കമ്പനിയിലെ എഞ്ചിനീയറായ സാറാ ഗില്ലീസുമായിരുന്നു നടന്നത്. 4 യാത്രികർ എന്ന് പറഞ്ഞു. ആരൊക്കെയായിരുന്നു? ഐസക്മാന്, സ്കോട്ട് പൊട്ടീറ്റ്, സാറാ ഗില്ലീസ്, അതുപോലെ അന്ന മേനോൻ, ഒരു മലയാളി പേരുള്ള അന്ന മേനോൻ എന്നിവരായിരുന്നു യാത്രികർ ഉണ്ടായിരുന്നത്. ഇനി മിനി മൂൺ എന്ന് വിളിക്കുന്ന കുഞ്ഞു ചന്ദ്രനെ സെപ്റ്റംബർ 29 മുതൽ നവംബർ 25 വരെ ഭൂമിയുടെ ആകാശത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ബഹിരാകാശ പാറകളുള്ള അല്ലെങ്കിൽ പാറകളുടെ കൂട്ടമായിട്ടുള്ള അർജുന ചിഹ്നഗ്രഹ വലയത്തിൽ നിന്നാണ്, ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നാണ് ഇത് ഭൂമിയെ ലക്ഷ്യമാക്കി, അതായത് ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയെ നോക്കി വരുന്ന ഒരു ചെറിയ പാറയാണ് എന്ത്, ഈ മിനി മൂൺ എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ പെട്ടിട്ട് 2 മാസത്തോളം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കും. അപ്പോൾ മിനി മൂൺ എന്നാണ് ഇതിന് പറയുന്നത്. എവിടെ നിന്നാണ് വന്നത്? അർജുന ചിഹ്നഗ്രഹ വലയത്തിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു പാറകഷ്ണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മിനി മൂണിൻ്റെ പേരാണ് മിനി മൂൺ 2024 PT5 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഭൂമിയുടെ ആകർഷണ വലയത്തിലേക്ക് വരുന്ന കുഞ്ഞൻ ചന്ദ്രൻ അഥവാ മിനി മൂണിനെ എന്ത് വിളിക്കും? 2024 PT5 എന്ന് വിളിക്കും. ഇത് ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് അലേർട്ട് സിം എന്ന നിരീക്ഷണ പദ്ധതിയുടെ ടെലിസ്കോപ്പുകളിലാണ് ഇത് തെളിഞ്ഞത്.
അപ്പോൾ ഏത് ടെലിസ്കോപ്പിലാണ് തെളിഞ്ഞെന്ന് ചോദിച്ചാൽ ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് അലേർട്ട് സിം എന്ന നിരീക്ഷണ പദ്ധതിയുടെ ടെലിസ്കോപ്പുകളിലാണ് ഇത് തെളിഞ്ഞത്. ഇത് 2055 വീണ്ടും കുറച്ച് കാലത്തേക്ക് തിരികെ ഭൂമിയുടെ ആ വലയത്തിലേക്ക്, ആകർഷണ വലയത്തിലേക്ക് ഇത് വരും. ഇനി 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹമായിരുന്നു 2024 JB2. ഇത് PT5 ആണ് അല്ലേ. ഇത് JB2 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുന്ന നാസ സ്ഥിരീകരിച്ചൊരു ചിഹ്നഗ്രഹമാണ്. ഇനി 2029 ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന അപകടകാരിയായിട്ടുള്ള ഒരു ഉൽക്കയാണ് അപ്പോഫിസ് 99942. അപ്പോഫിസ് എന്ന് പറയുന്നത് ഭൂമിക്ക് അപകടകരമായ വിധത്തിൽ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഒരു ഉൽക്കയാണ്. ഇത് 2029 എത്തും എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഭൂമിക്ക് ഭീഷണിയായിട്ടുള്ള നിയർ എർത്ത് ആസ്ട്രോയിഡ് ഗണത്തിൽപ്പെടുന്നതാണ്. ഏത് അപ്പോഫിസ് എന്ന് പറയുന്നത് നിയർ എർത്ത് ആസ്ട്രോയിഡ് ഗണത്തിൽപ്പെടുന്നു. ഗോഡ് ഓഫ് കോസ് ആൻഡ് ഈവിൾ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ ദേവനായ അപ്പോഫിസിന്റെ പേരിലാണ് ഈ ഉൽക്ക അറിയപ്പെടുന്നത്. എന്താണ്? ഗോഡ് ഓഫ് കോസ് ആൻഡ് ഈവിൾ. അപ്പോഫിസിനെ കുറിച്ച് പഠിക്കാൻ നാസയുടെ ദൗത്യമാണ് ഒസൈറിസ് എപ്പെക്സ്. ഒസിറിസ് എപ്പെക്സ് എന്ന് പറയും. അപ്പം ഈ ഒസിറിസ് എപ്പെക്സ് ഇതിന് മുൻപ് എന്ന് പറഞ്ഞൊരു ചിഹ്നഗ്രഹത്തിൽ നിന്നും പാറക്കഷ്ണങ്ങളൊക്കെ ഉൾപ്പെടെ സാമ്പിളുകൾ 2023 സെപ്റ്റംബറിൽ തിരികെ ഭൂമിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് നാസയുടെ ദൗത്യമായിരുന്നു ഒസിറിസ് റെക്സ്. ഈ റെക്സിന്റെ പേര് മാറ്റിയിട്ടാണ് എപ്പെക്സ് എന്നാക്കിയത്. അപ്പോഫിസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നാസയുടെ ദൗത്യമാണ് എന്ത്? ഒസിറിസ് എപ്പെക്സ്. ബെന്നു ഗ്രഹത്തിനെ പറ്റിയിട്ട്, ചിഹ്നഗ്രഹത്തിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒസിറിസ് റെക്സ് എന്നായിരുന്നു നാസയുടെ ദൗത്യത്തിന്റെ പേര്. ബെന്നുവിൽ നിന്നും സാമ്പിളുകളൊക്കെ ഭൂമിയിൽ എത്തിച്ചിട്ടുണ്ട്. 2016 ബെന്നു ചിഹ്നഗ്രഹത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒസിറിസ് വിക്ഷേപിക്കുന്നത്. വ്യോമസേനയുടെ പുതിയ മേധാവിയായിട്ട് എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു. 28ാമത്തെ മേധാവിയാണ്. അപ്പൊ ഇന്ത്യയുടെ സംയുക്ത സൈന്യാധിപൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ആര്? അനിൽ ചൗഹാൻ. കരസേനാ മേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 30ാമത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആണ്. ഇത് ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞ കാര്യമാണ്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് 26ാമത്തെ നേവൽ സ്റ്റാഫ് ആണ് ആര്? ദിനേശ് കുമാർ ത്രിപാഠി. ഇനി പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽപാലം ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുണ്ട്. 2019 നവംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാമ്പൻ പാലത്തിന് വേണ്ടി പുതിയ പാമ്പൻ പാലത്തിന് തറക്കല്ലിടുന്നത്. ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് നിർമ്മാണം. പാക് കടലിടുക്കിന് കുറുകെ രാമനാഥ മണ്ഡപത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാമ്പൻ പാലത്തിന്റെ നീളമാണ് 2.05 കിലോമീറ്റർ നീളമാണ് പുതിയ പാലത്തിൻ്റെത്. 22 മീറ്റർ ഉയരമുള്ള കപ്പലുകൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ്. രാജ്യത്തെ ആദ്യത്തെ കടൽപ്പാലമാണ് ഏത്? പാമ്പൻ പാലം. എന്ത്? വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഘടിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ പാലമാണ്. പാമ്പൻ കടൽപ്പാലത്തിലൂടെ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് 1914 ഫെബ്രുവരി 24 ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പേര് വിജയപുരം ശ്രീ വിജയപുരം എന്നാക്കി കേന്ദ്ര സർക്കാർ. അപ്പം കുറച്ച് പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ, ചില സ്ഥലങ്ങളുടെ, ജില്ലകളുടെ, അതുപോലെ ചില റെയിൽവേ സ്റ്റേഷനൊക്കെ പേര് മാറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ നമുക്കൊന്ന് നോക്കാം. പൂനെ വിമാനത്താവളത്തിന് മഹാരാഷ്ട്ര സർക്കാർ നൽകിയ പുതിയ പേരാണ് ജഗദ്ഗുരു സന്ത് തൂക്കാറാം മഹാരാജ് എയർപോർട്ട്. അപ്പൊ പൂനെ എയർപോർട്ടിന്റെ പുതിയ പേരെന്താണ്? ജഗദ്ഗുരു സന്ത് തൂക്കാറാം മഹാരാജ് എയർപോർട്ട്. ഇനി ബീഹാറിലെ ബാഗൽപൂർ ജില്ലയിലെ സുൽത്താൻ ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് അജ് ഗൈബിനാഥ് ഡാം. ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഒഡീഷ സെക്രട്ടേറിയറ്റിന്റെ പേര് മാറ്റി ലോക് സേവാ ഭവൻ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഒഡീഷ സെക്രട്ടേറിയറ്റിന്റെ പുതിയ പേരെന്താണ്? ലോക് സേവാ ഭവൻ. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താണ്? തിരുവനന്തപുരം നോർത്ത്. അതുപോലെ നേമം റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താണ്? തിരുവനന്തപുരം സൗത്ത്. മഹാരാഷ്ട്രയിൽ അഹമ്മദ് നഗറിന്റെ പേര് മാറ്റി എന്താക്കി? അഹല്യ നഗർ എന്നാക്കി. ഇനി റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ ഉള്ള ആ പാതയ്ക്ക് പറയുന്ന പുതിയ പേരാണെന്ത്? കർത്തവ്യപഥ്. നമുക്കൊക്കെ അറിയാം അല്ലെ, കർത്തവ്യപഥ്. അതുപോലെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ എന്ത് പേരിൽ അറിയപ്പെടും? ഗണതന്ത്ര മണ്ഡപം എന്ന പേരിലും അശോക് ഹാള് അശോക് മണ്ഡപം എന്ന പേരിലുമാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത്. ദർബാർ ഹാൾ എന്ത് പേരിലാണ്? ഗണതന്ത്ര മണ്ഡപം. അതുപോലെ തീൻമൂർത്തി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് എന്ത്? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. ഇതെന്താണ്?
ജവഹർലാൽ നെഹ്റു ജീവിച്ച തീൻമൂർത്തി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു സ്മാരക മ്യൂസിയത്തിന്റെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. ഇനി ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിന് നൽകിയ പേരാണ് ലിറ്റിൽ ഇന്ത്യ. ഹാരിസ് പാർക്കിന്റെ പുതിയ പേരെന്താണ്? ലിറ്റിൽ ഇന്ത്യ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പേരാണ് ഛത്രപതി സാംഭാജി നഗർ. ഔറംഗാബാദിന്റെ പേര് മാറ്റി എന്താക്കി? ഛത്രപതി സാംഭാജി നഗർ. ഒസ്മാനാബാദ് ജില്ലയുടെ പുതിയ പേരാണ് എന്ത്? ധാരാശിവ് കേട്ടോ. ഒസ്മാനാബാദിന്റെ പേരെന്താക്കി? ധാരാശിവ് എന്നാക്കി. ഇനി ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്ന ഹുബള്ളി റെയിൽവേ സ്റ്റേഷന്റെ പേര് എന്താണ്? ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ. ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ മുഗൾ ഗാർഡന്റെ പേരാണ് എന്ത്? അമൃത് ഉദ്യാനം. അമൃത് ഉദ്യാനം. ഈ പേരൊക്കെ മാറ്റിയത് കണ്ടപ്പോൾ എനിക്ക് ആ കട്ടപ്പനയിലെ ഋതിക് റോഷന്റെ സിനിമ ഓർമ്മ വന്നു. ഞാൻ പേര് മാറ്റി, പുതിയ പേര് മാറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അമൃത് ഉദ്യാന് എന്നാക്കിയിട്ടുണ്ട്. മുഗൾ ഗാർഡൻ മാറിയിട്ട് അമൃത് ഉദ്യാനായി. ഇനി രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് NPS വാത്സല്യ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പെൻഷൻ സ്കീം അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ളൊരു പദ്ധതിയാണ് NPS നാഷണൽ പെൻഷൻ സ്കീം വാത്സല്യ. NPS വാത്സല്യ. അപ്പോൾ അക്കൗണ്ട് തുറക്കാൻ ഒരു മിനിമം തുക എന്ന് പറയുന്നത് ഇവർ 1000 രൂപയാണ്. പിന്നെ ഓരോ വർഷവും 1000 രൂപ നിക്ഷേപിച്ചിരിക്കണം. എത്രയാണോ കൊടുക്കുന്നത് വെച്ചാൽ അത് എല്ലാ വർഷവും നിക്ഷേപിച്ചിരിക്കണം. 18 വയസ്സിന് താഴെയുള്ളവരുടെ പേരിലാണ് അക്കൗണ്ട് തുറക്കാൻ പറ്റുക. 18 വയസ്സ് തികയുമ്പോൾ സ്വമേധയാ NPS അക്കൗണ്ടിലേക്ക് അത് മാറും. ഓക്കെ, ഇനി 60 വയസ്സ് തികയുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് പെൻഷൻ ലഭിക്കും. കുട്ടികളുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായിട്ട് 2009-10 കേന്ദ്രാവിഷ്കൃത ഒരു പദ്ധതിയാണ് മിഷൻ വാത്സല്യ. അപ്പം മിഷൻ വാത്സല്യ എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പെൻഷൻ സ്കീമാണ്. സ്കീമിൽ ആരംഭിച്ചതാണ് എന്ത്? NPS വാത്സല്യ. ഇത് മിഷൻ വാത്സല്യ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് 2009 ആരംഭിച്ചൊരു പദ്ധതിയാണ്. ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ആരോഗ്യവും സന്തോഷകരവുമായ ബാല്യം ഉറപ്പാക്കുക, കുട്ടികളുടെയൊക്കെ കഴിവുകൾ കണ്ടെത്തി അവരെ വളരാൻ സഹായിക്കുക, കുട്ടികളുടെ വികസനത്തിന് വേണ്ടിയിട്ട് അന്തരീക്ഷം സൃഷ്ടിക്കുക. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 ഉത്തരവുകൾ പാലിക്കുന്നുണ്ട്. അതുപോലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ലക്ഷ്യത്തോടു കൂടെ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? മിഷൻ വാത്സല്യ. അപ്പോൾ ഓർത്തു വെക്കുക, 2009-10 മുതലാണ് മിഷൻ വാത്സല്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ പോർട്ടലാണ് എന്ത്? വാത്സല്യ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. കുട്ടികളുടെ ആരോഗ്യകരമായ ബാല്യം ഉറപ്പുവരുത്താൻ കേന്ദ്രത്തിന്റെ ഒരു ത്രികോണ പദ്ധതികളാണ് എന്ത്? മിഷൻ ശക്തി, പോഷൻ 2.0, അതുപോലെ മിഷൻ വാത്സല്യം. ഈ 3 പദ്ധതികൾ ത്രികോണ പദ്ധതികളാണ്. മിഷൻ ശക്തി, പോഷൻ 2.0, മിഷൻ വാത്സല്യം. ഇനി വാത്സല്യ നിധി എന്താണെന്ന് നോക്കാം. പട്ടികജാതി വിഭാഗത്തിലെ പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായിട്ട് 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യ നിധി. അപ്പം ആർക്കാണ്? പട്ടികജാതി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മാതാപിതാക്കളുടെ വരുമാന പരിധി എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് നൽകുന്ന ഒരു ഇൻഷുറൻസ് അധിഷ്ഠിത പദ്ധതിയാണ് വാത്സല്യ നിധി. ഇനി നമുക്ക് പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്താന്ന് നോക്കാം. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർന്ന പ്രവേശനം, തുല്യത, മികവ് തുടങ്ങിയവ കൈവരിക്കാൻ വേണ്ടി സംസ്ഥാന യൂണിയൻ ടെറിട്ടറി സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ. ഓക്കെ, അടുത്തത് എന്താ? 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. അപ്പൊ 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY. ഈ പദ്ധതിക്ക് കീഴിലാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ പദ്ധതി വരുന്നത്. മുതിർന്ന പൗരന്മാർക്കുള്ള ചികിത്സാ സഹായം നൽകാൻ വേണ്ടിയിട്ടാണ് ആയുഷ്മാൻ വരുന്നത്. അപ്പോൾ ഇതിൽ വയോസേവന കാർഡൊക്കെ ഇവർക്ക് നൽകുന്നുണ്ട്. ആർക്ക്? വയോജനങ്ങൾക്ക് കാർഡൊക്കെ നൽകുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് അതായത് PMJ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇത് 2018 ആരംഭിക്കുന്നത്. ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദേശീയ ആരോഗ്യ അതോറിറ്റി, നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് നടത്തിപ്പ് ചുമതല. ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ PMJAY വഴി നൽകുന്നുണ്ട്. അപ്പൊ ആയുഷ്മാൻ ഭാരത് ഞാൻ പറഞ്ഞു, 70 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇതിൽ നൽകുന്ന കാർഡാണ് എന്ത്?
വയോവന്ദന കാർഡ്. ഓക്കെ, ഇത് എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? ആയുഷ്മാൻ ഭാരത് പ്രഖ്യാപിച്ചത് ഒക്ടോബർ 29 ആയുർവേദ ദിനത്തിലായിരുന്നു. അന്നാണ് ധന്വന്തരി ജയന്തിയും. 9ാം ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലാണ് അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടില് പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തുന്നത്. ഇതിനെ പറ്റിയിട്ട് ആയുഷ്മാൻ ഭാരതിനെ പറ്റിയിട്ട് പ്രഖ്യാപനം നടത്തുന്നത്. ഓക്കെ, പൗരന്മാരിൽ ആരോഗ്യ അവബോധം വളർത്താൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ. അപ്പൊ പ്രകൃതി പരീക്ഷൺ അഭിയാൻ എന്തിനാണ്? പൗരന്മാരിൽ ആരോഗ്യ അവബോധം വളർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് നമ്മളൊരു പുരസ്കാരമാണ് നോക്കാൻ പോകുന്നത്. സിംഗപ്പൂരിലെ നന്യാങ് സാങ്കേതിക സർവകലാശാല അധ്യാപികയായ ഇന്ത്യൻ വംശജ പ്രശാന്തി റാമിന് സിംഗപ്പൂരിൻ്റെ സാഹിത്യ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രശാന്തി റാമിൻ്റെ 9 യാർഡ് സാരീസ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പം 9 യാർഡ് സാരീസ് എഴുതിയതാരാണ്? പ്രശാന്തി റാം ആണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ ശ്രീ രവിശങ്കറിന് സമാധാനത്തിനും സമുദായ ഐക്യത്തിനും നൽകിയ സംഭാവനകൾ മാനിച്ച് ഓണററി ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി, ഫിജിയുടെ ഒരു പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഈ അടുത്ത് ശ്രീ രവിശങ്കറിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകനായ സദ്ഗുരു ജഗ്ഗി വാസുദേവന് കാനഡ ഇന്ത്യ ഫൗണ്ടേഷൻ നൽകുന്ന CIF ഗ്ലോബൽ ഇന്ത്യൻ പുരസ്കാരം. അപ്പോൾ ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകനായിട്ടുള്ള സദ്ഗുരു ജഗ്ഗി വാസുദേവൻ ആരാണ് നൽകിയിരിക്കുന്നത്? കാനഡ ഇന്ത്യൻ ഫൗണ്ടേഷൻ നൽകുന്ന CIF ഗ്ലോബൽ ഇന്ത്യൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോ ആയി പ്രൊഫസർ കാന M സുരേഷിനെ തെരഞ്ഞെടുത്തു. ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന ഉന്നത ബഹുമതിയാണ് ഈ ഫെലോഷിപ്പ്. അപ്പോൾ എന്താണ്? ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോഷിപ്പാണ് പ്രൊഫസർ കാന M സുരേഷിന് ലഭിച്ചിരിക്കുന്നത്. 2023 ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയവരായിരുന്നു ഡോക്ടർ സത്യഭാമ ദാസ് ബിജു. ഡൽഹി യൂണിവേഴ്സിറ്റി ഉഭയജീവി ഗവേഷകനാണ് ആര്? സത്യഭാമ ദാസ്. അത് ഡോക്ടർ പ്രിയ എബ്രഹാം പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് 2 പേർക്കുമായിരുന്നു, ഡോക്ടർ പ്രിയ എബ്രഹാമിനും സത്യഭാമ ദാസിനായിരുന്നു 2023 ഫെലോഷിപ്പ് ലഭിച്ചത്. 24 ലഭിച്ചതാണ് പ്രൊഫസർ കാന M സുരേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MGS നാരായണന് 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ഡോക്ടർ MGS നാരായണന് 14ാമത് സഞ്ജയൻ പുരസ്കാരം ലഭിച്ചു. 2023 സഞ്ജയൻ പുരസ്കാരം ലഭിച്ചത് PR നാഥനാണ്. PR നാഥനാണ് 2023 തപസ്യകലാ സാഹിത്യവേദിയുടെ സഞ്ജയൻ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന 2023-24 സഞ്ജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മടവൂർ സുരേന്ദ്രനാണ്. മടവൂർ സുരേന്ദ്രന്റെ പച്ചപ്പനന്തത്ത എന്ന കൃതിക്കാണ് അർഹമായത്. അപ്പോൾ ഇത് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയാണ്. MGS നാരായണന് ലഭിച്ചത് തപസ്യ കലാസാഹിത്യവേദിയുടെ സഞ്ജയൻ പുരസ്കാരമാണ്. ഇനി മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഇത്തവണത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് കവി പ്രൊഫസർ V മധുസൂദനൻ നായർ അർഹനായി. അപ്പൊ കവി മധുസൂദനൻ നായർ, പ്രൊഫസർ V മധുസൂദനൻ നായർക്ക് എന്ത് പുരസ്കാരമാണ്? അമൃതകീർത്തി പുരസ്കാരമാണ് ലഭിച്ചത്. ഇത് അമൃതാനന്ദമയിയുടെ 71ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് നൽകിയത്. 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായിരുന്നു V മധുസൂദനൻ നായർ. 2024 ആർക്കാണ് ലഭിച്ചത് ജ്ഞാനപ്പാന? അത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് അല്ലേ. അപ്പോൾ 23 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ V മധുസൂദനൻ നായർക്കാണ് അമൃതകീർത്തി പുരസ്കാരം ഈ വർഷം ലഭിച്ചത്. മധുസൂദനൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് അച്ഛൻ പിറന്ന വീട്. അപ്പം ഇത് ഈ അടുത്ത് ഇംഗ്ലീഷ് പരിഭാഷ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഹോം വെയർ ഫാദേഴ്സ് വാസ് ബോൺ. ദ ഹോം വെയർ ഫാദർ വാസ് ബോൺ R നന്ദകുമാറാണ് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ അച്ഛൻ പിറന്ന വീടിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ ഹോം വെയർ ഫാദർ വാസ് ബോൺ. ഇനി തമിഴ്നാട് സർക്കാർ നൽകുന്ന കലൈഞ്ചർ പുരസ്കാരത്തിന് ഗായിക P സുശീലയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ P സുശീല ഈ കലഞ്ചർ പുരസ്കാരം ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായ M കരുണാനിധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ഈ വർഷം കലഞ്ചർ പുരസ്കാരം നേടിയ ആളാണ് ആര്? P സുശീല. P സുശീലയുടെ കൂടെ തന്നെ കവി M മേത്തയ്ക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2019 ഹരിവരാസന അവാർഡ് ജേതാവായിരുന്നു ആര്? ഹരിവരാസന അവാർഡ് ആർക്കായിരുന്നു കിട്ടിയത്? P സുശീലയ്ക്കായിരുന്നു കിട്ടിയത്. ഇതിപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ ആണല്ലോ.
ഇനി നമുക്ക് മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാരം നോക്കാം. ഇത് 2023 പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കും 2022 പുരസ്കാരം ലഭിച്ചത് ഉത്തം സിംഗിനാണ്. ഇനി രാജസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള മേഘമണ്ഡൽ സംസ്ഥാൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് മുരളി ചീരോത്ത് ആണ് കേട്ടോ. രാജസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള മേഘമണ്ഡൽ സംസ്ഥാന്റെ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് മുരളി ചീരോത്താണ്. ഇനി ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാളിയാണ് ജഗദീഷ് ശ്രീകുമാർ. 2024 ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര താരം ജഗദീഷ് ശ്രീകുമാർ. അതുപോലെ ഗവർണേഴ്സ് ബംഗ ഭാരത് സമ്മാനം 2023 ലഭിച്ചത് MK സാനുവിനാണ്. ഗവർണേഴ്സ് ബംഗ ഭാരത് സമ്മാനം ആർക്ക് കിട്ടി? 2023 MK സാനുവിന് ലഭിച്ചു. ഇനി ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം. അപ്പൊ ചെസ് ഒളിമ്പ്യാഡ് എവിടെ വെച്ചാണ് നടന്നത്? ബുഡാപെസ്റ്റ്, ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ചാണ് നടന്നത്. ഇന്ത്യ ആദ്യമായിട്ടാണ് ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡൽ നേടുന്നത്. 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡാണ് ഇപ്പം കഴിഞ്ഞത്. ഓപ്പൺ വിഭാഗത്തിലെ ഇന്ത്യൻ ടീം അംഗങ്ങളായിരുന്നു D. ഗുഗേഷ്, പ്രജ്ഞാനന്ദ, അർജുൻ എരിഗാസി, വിദിത് ഗുജറാത്തി, P. ഹരികൃഷ്ണ. അപ്പം ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആയിരുന്നു ശ്രീനാഥ് നാരായണനായിരുന്നു ടീം ക്യാപ്റ്റൻ. ഇനി ഓപ്പൺ വിഭാഗത്തിൽ വെള്ളി നേടിയ രാജ്യമാണ് USA. വെങ്കല മെഡൽ നേടിയത് ഉസ്ബെക്കിസ്ഥാൻ ആയിരുന്നു. ഇനി വനിതാ വിഭാഗം സ്വർണം നേടിയെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യൻ ടീം അംഗങ്ങൾ നോക്കാം. താനിയ സച്ദേവ്, വന്ദിക അഗർവാൾ, R. വൈശാലി, ദിവ്യ ദേശ്മുഖ്, D. ഹരിക. അപ്പൊ ഇവരായിരുന്നു വനിതാ ടീം അംഗങ്ങൾ. താനിയ, വന്ദിക, വൈശാലി, ദിവ്യ ദേശ്മുഖ്, ഹരിക. വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അഭിജിത്ത് കുന്ദെ ആയിരുന്നു വനിതാ വിഭാഗം ടീം ക്യാപ്റ്റൻ. ഇനി 2022 ലോക ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ഇന്ത്യയിൽ വെച്ചായിരുന്നു. മഹാബലിപുരം, തമിഴ്നാട് വെച്ചായിരുന്നു 2022 ചെസ് ഒളിമ്പ്യാഡ്. ഇനി 2026 ലോക ചെസ് ഒളിമ്പ്യാഡ് എവിടെയാന്ന് ചോദിച്ചാൽ അത് ഉസ്ബെക്കിസ്ഥാന്റെ താഷ്കെൻഡിൽ വെച്ചിട്ടാണ് 2026 ലോക ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി. 2024 നവംബറിൽ ലോക ചെസ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് അർജുൻ എരിഗാസി. അപ്പൊ അർജുൻ എരിഗാസിന്റെ പ്രത്യേകത എന്താ? നവംബറിൽ എരിഗാസി 2ാം സ്ഥാനത്ത് ലോക ചെസ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ഇലോ റേറ്റിംഗിൽ 2800 സ്കോർ മറികടന്ന ഇന്ത്യക്കാരനാണ് ആര്? അർജുൻ എരിഗാസി. ചെസ് ചരിത്രത്തിൽ 2800 കടമ്പ മറികടക്കുന്ന 16ാമത്തെ താരമാണ് അർജുന്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇതിപ്പം ചെസ് ഒളിമ്പ്യാഡാണ് കഴിഞ്ഞത്. ഇനി ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നുണ്ട്. അതിൽ D. ഗുഗേഷും ചൈനീസ് താരമായിട്ടുള്ള ഡിങ് ലിറാനും തമ്മിലാണ് മത്സരം. അത് സിംഗപ്പൂരിൽ വെച്ചാണ് ഉണ്ടാകുക. ലോക ചാമ്പ്യനെ തെരഞ്ഞെടുക്കാനുള്ള മത്സരമാണ്. ഓക്കെ, ഈ കാൻഡിഡേറ്റ്സ് ചെസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിലെ വിന്നറായിരുന്നു ഗുഗേഷ്. അപ്പോൾ ഗുഗേഷും ഡിങ് ലിറാനും തമ്മിലായിരിക്കും മത്സരം നടക്കുക. 2024 കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായിരുന്നു എവിടെ? ശ്രീലങ്കയിൽ വെച്ചാണ് കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പ് നടന്നത്. മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. കവിയൂർ പൊന്നമ്മ എന്നാണ് അന്തരിച്ചത്? സെപ്റ്റംബർ 20 2024 സെപ്റ്റംബർ 20 അന്തരിച്ചത്. 1945 സെപ്റ്റംബർ 10 പത്തനംതിട്ടയിലെ കവിയൂരിലായിരുന്നു ജനനം. അവരുടെ 1964 പുറത്തിറങ്ങിയ കുടുംബിനി എന്ന ചിത്രത്തിലെ അമ്മവേഷം ശ്രദ്ധിക്കപ്പെട്ടു. തോപ്പിൽ ബാസിയുടെ അതായത് KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അവസാന ചിത്രം എന്ന് പറയുന്നത് 2021 പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന മൂവിയിലാണ് അഭിനയിച്ച പ്രധാന നാടകങ്ങൾ നോക്കാം. ഡോക്ടർ, അൾത്താര, ജനനി, ജന്മഭൂമി. ഇതെല്ലാം അവരുടെ നാടകങ്ങളാണ്. ആദ്യത്തെ സിനിമയായിരുന്നു ശ്രീരാമ പട്ടാഭിഷേകം. 1962 GK രാമു സംവിധാനം ചെയ്ത ശ്രീരാമ പട്ടാഭിഷേകമാണ് ആദ്യ സിനിമ. നായികയായ ആദ്യ സിനിമ ഏതാന്ന് ചോദിച്ചാൽ റോസിയാണ് നായികയായത്. ഞാൻ പറഞ്ഞു ശ്രദ്ധേയമായ വേഷം ഏതിലായിരുന്നു? കുടുംബിനി. അത് 64 കുടുംബിനി എന്ന ചിത്രത്തിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ആദ്യ സിനിമ ശ്രീരാമ പട്ടാഭിഷേകം, നായികയായ ആദ്യ സിനിമ റോസി. ആദ്യമായിട്ട് പാടിയ ഗാനം അംബികെ ജഗദംബികെ. ചിത്രം തീർത്ഥയാത്ര. 4 തവണ മികച്ച സഹനടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. 1971 വിവിധ ചിത്രങ്ങൾക്കായിരുന്നു ലഭിച്ചത്. 72 തീർത്ഥയാത്ര എന്ന മൂവിക്ക് വേണ്ടിയിട്ട് നേരത്തെ അവർ ആദ്യമായിട്ട് പാടിയ ഗാനം ഉണ്ടല്ലോ അംബികെ ജഗദംബികെ, അപ്പൊ തീർത്ഥയാത്രയ്ക്ക് ലഭിച്ചു. 1973 വിവിധ ചിത്രങ്ങൾക്കാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. 94 തേന്മാവിൻ കൊമ്പത്തിനായിരുന്നു കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത്. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം സാൽവഡോർ ഷില്ലാച്ചി അന്തരിച്ചിട്ടുണ്ട്. സാൽവഡോർ
1990 ലോകകപ്പിൽ 6 ഗോളുകളോടെ ഗോൾഡൻ ബൂട്ടും മികച്ച പ്രകടനത്തോടെ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആരാണ്? സാൽവദോർ ഷില്ലാച്ചി, ഇറ്റാലിയൻ താരമാണ്. പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും ചരിത്രകാരനും ഗവേഷകനുമായ ഡോക്ടർ PK മാത്യു തരകൻ അന്തരിച്ചു. അപ്പോൾ മാത്യു തരകൻ വേൾഡ് എക്കണോമിയുടെ യൂറോപ്യൻ പതിപ്പിന്റെ എഡിറ്റർ ആയിരുന്നു. തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിലെ മുൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫ്യൂജിമോറി അന്തരിച്ചിട്ടുണ്ട്. പെറുവിന്റെ മുൻ പ്രസിഡന്റാണ്. എഴുത്തുകാരിയും അധ്യാപികയുമായ പ്രൊഫസർ P. സുലോചന നായർ അന്തരിച്ചു. സുലോചന നായരും അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.